മധ്യസ്ഥ രാജ്യങ്ങൾ നയതന്ത്ര നീക്കവുമായി രംഗത്തുണ്ടെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള അകൽച്ച ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ചർച്ചകൾ പ്രതിസന്ധിയിലാകുന്നത്. തങ്ങളുടെ കപ്പലുകൾക്കെതിരെ ഏതെങ്കിലും നീക്കം നടത്തിയാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാനിയൻ വിപ്ലവ ഗാർഡ് നാവികസേന കമാൻഡർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടേതുൾപ്പെടെ 3 കപ്പലുകൾക്ക് നേരെ ഹോർമുസിലും ഒമാൻ സമുദ്രത്തിലും ആക്രമണം നടന്നതോടെ സമുദ്ര സുരക്ഷാ ഭീഷണിയിലായി. അതേസമയം അമേരിക്ക കൈമാറിയ പുതിയ നിർദ്ദേശം പരിശോധിച്ച് വരുന്നതായി ഇറാൻ അറിയിക്കുന്നു. അമേരിക്ക കർക്കശ നിലപാട് തുടരുന്നിടത്തോളം ചർച്ച വിജയിക്കില്ല എന്നുകൂടിയാണ് ഇറാൻ അറിയിക്കുന്നത്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ദിനംപ്രതി അവതാളത്തിലേക്കും പ്രതിസന്ധിയിലേക്കൊക്കെ ആയി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഹോർമുസ് അടച്ചിരിക്കുന്നു, അതോടുകൂടെ വീണ്ടും ഈ ഒരു തരത്തിലുള്ള ചരക്ക് നീക്കമൊക്കെ വീണ്ടും ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ അടക്കമുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു ആശങ്ക മറുവശത്തുണ്ട്. ചർച്ചകൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം, അത് വലിയ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണോ നമുക്കിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്നത്? ഒരു പ്രതീക്ഷ ഒരു ഭാഗത്ത് വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ ഉടൻ തന്നെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. കാരണം ഏതെങ്കിലും അർത്ഥത്തിലൊരു സമാധാന നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ഇടപെട്ട് അതിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ പലതുകൊണ്ടും കലുഷിതമായി തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ മാസം 22 വരെയാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തലിൻ്റെ കാലപരിധി ഉള്ളത്. ആ 22-ന് ശേഷം എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം വളരെ ശക്തമായി തന്നെ ലോകത്തുടനീളം ഉയരുന്നൊരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ഇസ്ലാമാബാദിൽ എന്തായാലും ഇപ്പം നാളെയോ മറ്റന്നാളോ ചർച്ച നടക്കും എന്നൊരു പ്രതീക്ഷയൊക്കെ രൂപപ്പെട്ടിരുന്നു. കാരണം പാകിസ്ഥാൻ സംഘം ഇറാനിലെത്തുകയും വളരെ പോസിറ്റീവായിട്ട് ആ ചർച്ചകൾ മുന്നോട്ട് പോയി. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കാരണം യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായിട്ടും ഇറാൻ തങ്ങൾക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടെ എല്ലാ നിലക്കും ഇറാൻ കീഴടങ്ങുകയാണ് എന്ന അർത്ഥത്തിലുള്ള ട്രംപിന്റെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി ആയ ഘട്ടത്തിലാണ് നേരത്തെ തുറന്നു വെച്ചിരുന്ന ഹോർമസ് കടലിടുക്ക് വീണ്ടും അടച്ചിടാൻ ഇന്നലെ ഉച്ചയോടുകൂടി ഇറാൻ നേതൃത്വം തീരുമാനിക്കുന്നത്. അതേ തുടർന്ന് 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു. ഒമാൻ സമുദ്രത്തിൽ മറ്റൊരു കപ്പൽ കൂടി ആക്രമിക്കപ്പെടുന്നു. ഏതാണ്ട് 2000-ലധികം കപ്പലുകളാണ് ഇപ്പോൾ പിന്നിട്ട് ആഴ്ചകളായിട്ട് ഇപ്പോൾ ഹോർമസ് കടൽ തീരത്തും പരിസരത്തുമായിട്ട് ഇപ്പോൾ കാത്തുകെട്ടി കിടക്കുന്നത്. ആ കപ്പലുകളിലൊക്കെയും വലിയ തോതിൽ ഭീതി രൂപപ്പെടുത്താൻ കൂടി പുതിയ സംഭവ വികാസങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള അനുമതിയില്ലാതെ കപ്പലുകൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ അമേരിക്കയാണെങ്കിൽ തങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള ഉപരോധം അത് കുറെ കൂടി വിപുലീകരിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പെന്റഗൺ നൽകുന്നത്. കാരണം ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കും എന്നതുവരെ ആ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നീണ്ടു ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന്റെ വിപ്ലവ സേനയും നൽകിയിരിക്കുന്നത്. അപ്പോൾ കലുഷിതമായിട്ടുള്ള ഒരു പ്രശ്നം തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി സൗദി അറേബ്യ ഈ 4 രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതൊക്കെ പുറമേക്ക് ഇത്രയും പ്രകോപന നടപടികൾ ഉണ്ട് എങ്കിൽ പോലും ഉള്ളിലൂടെ ചർച്ചകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇറാനും അംഗീകരിക്കുന്നുണ്ട്, അമേരിക്കയും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു നിർദ്ദേശം ഇറാന് ലഭിച്ചതായിട്ട് ഇറാൻ രാഷ്ട്രീയ നേതൃത്വം അറിയിക്കുന്നുണ്ട്. ആ നിർദ്ദേശം പഠിച്ചു വരികയാണ്. അതിനുള്ള മറുപടി വളരെ പെട്ടെന്ന് തന്നെ കൈമാറുമെന്നാണ് പറയുന്നത്. ആ മറുപടി ഒരു പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമാബാദിൽ ചർച്ച നടക്കും. അതെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായി രൂപപ്പെട്ടിട്ടില്ല എങ്കിൽ ഇസ്ലാമാബാദ് ചർച്ച നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഈ മാസം 22-ന് ഈ വെടിനിർത്തൽ 2 ആഴ്ചക്കാലമെങ്കിലും നീട്ടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് നീട്ടിയിട്ടില്ല എങ്കിലാണ് സംഘർഷം കുറെ കൂടി സങ്കീർണമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അത് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി തുടരുന്നു എന്നത് മാത്രമാണ് പ്രതീക്ഷ പകരുന്ന ഘടകം. ഇപ്പം ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇറാൻ തന്നെയും നേരത്തെ ഈ ഹോർമസ് തുറക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ നാവിക ഉപരോധം അമേരിക്ക ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളുമാണ് കുറെ കൂടി കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനും സമ്മർദ്ദം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇറാനെയും പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇനി മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നത് പോലെ ആ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്. അത് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായേക്കും. പക്ഷേ വരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ജിൽസി. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.